രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ജയദേവ കവിയുടെ ജീവിത കഥയാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. ജയദേവ എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്കാണ് കൃഷ്ണൻ്റെ രാധേറാണിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ചൊവ്വാഴ്ച 12 മണിക്കുള്ള രാധയുടെ പ്രണയം കാണുക. ബുധനാഴ്ച 12 മണിക്കാണ് പ്രശസ്തമായ ശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്. അതേ കണക്ക് തന്നെ വ്യാഴാഴ്ച 12 മണിക്കാണ് ജയദേവ കവിയുടെ പ്രണയ കഥകൾ നിറഞ്ഞ ജീവിതത്തിലൂടെയുള്ള യാത്ര. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഞാൻ കൊല്ലത്താണ്. ദൂരെ നിന്ന് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു വരുമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ 9645333999 എന്ന എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഈ നേരത്തെ പറഞ്ഞ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അഷ്ടാവക്ര ഗീതയുണ്ട്. അഷ്ടാവക്ര ഗീത നിങ്ങൾ കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ കേൾക്കണം. അതേ കണക്ക് തന്നെ രാധികാ കവചൻ 2 എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്, അത് കേട്ട് അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ പഠിക്കുക. എന്നിട്ട് രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട് അതിനകത്ത്, ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണുക. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. പോസിറ്റീവ് എനർജി കിട്ടുന്ന മോർണിംഗ് മെസ്സേജ്. ഒരു നല്ല ദിവസം അങ്ങനെ നിങ്ങൾക്ക് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്.
എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പോൾ ജയദേവ കവിയുടെ കഥയിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്. അതിവിശുദ്ധമായ ആ വീഡിയോ നിങ്ങൾ കേൾക്കണം. പിന്നെ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 9645333999 ഒരു മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ രാധിക കവചൻ ക്ലാസിൻ്റെ ലിങ്ക് വേണമെങ്കിലും അങ്ങനെ അയച്ചാൽ മതി. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ പ്രാച്ചി പറഞ്ഞു, ജയദേവ, എനിക്ക് ബ്രഹ്മാവ് ഒരു വരം തന്നിട്ടുണ്ട് ജയദേവ. എനിക്ക് ബ്രഹ്മാവ് ഒരു വരം തന്നിട്ടുണ്ട് ജയദേവ. അപ്പൊ ജയദേവ കവി ചോദിച്ചു, എന്താണത്, എന്താണത്? പ്രാച്ചി പറഞ്ഞു, ചേർന്ന് നിൽക്കൂ ജയദേവ, ചേർന്ന് നിൽക്കൂ, എന്നോട് ചേർന്ന് നിൽക്കൂ. പ്രാച്ചി തൻ്റെ നെറ്റിത്തടം കൊണ്ടുവന്ന് ജയദേവന്റെ നെറ്റിയിൽ തൊട്ടു. പ്രാച്ചിയുടെ നെറ്റിയും ജയദേവന്റെ നെറ്റിയും ഒന്നിച്ചായി. പ്രാച്ചിയുടെ ശ്വാസവും ജയദേവന്റെ ശ്വാസവും ഒരുപോലെയായി. പ്രാച്ചിയുടെ ചുണ്ടുകളും ജയദേവന്റെ ചുണ്ടുകളും ഒന്നിച്ചായി. പ്രാച്ചിയുടെ മാറിടവും ജയദേവന്റെ നെഞ്ചും ഒന്നിച്ചായി. രണ്ടാത്മാക്കൾ തമ്മിൽ ഒന്നാകുന്നത് പോലെ പ്രാച്ചി മന്ത്രിച്ചു, ജയദേവ, ഒരു പ്രത്യേക ഘട്ടത്തിൽ, നിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്നെ കാണാൻ വരാനുള്ള അനുവാദം, നിന്നെ കാണാൻ വരാനുള്ള അനുവാദം. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ വരും ജയദേവ, ഞാൻ വരും നിന്നെ കാണാൻ. അത് നിനക്കൊരത്ഭുതമായിരിക്കും. കാരണം? അപ്പൊ ജയദേവൻ ചോദിച്ചു, കാരണം? അത് രഹസ്യമായിരിക്കട്ടെ ജയദേവ, അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ ജയദേവ, ഞാൻ വരും ജയദേവ, ഞാൻ വരും ജയദേവ. അപ്പൊ ജയദേവൻ അമ്പരന്ന് പോയിട്ട് പറഞ്ഞു, എന്നാലും പ്രാച്ചി, എന്നോടൊന്ന് തെളിച്ചു പറയൂ. അപ്പൊ പ്രാച്ചി പെട്ടെന്ന് ജയദേവന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഒരൊറ്റ ഓട്ടം ഓടി അങ്ങ് പോയി. ഇപ്പോൾ ജയദേവ കവി മറ്റൊരാളാണ്, ആകെ സന്തുഷ്ടനാണ്, സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജയദേവ കവി ഗുരുകുലങ്ങളിൽ പോയി വിദ്യ അഭ്യസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനുവേണ്ടി പല ആശ്രമങ്ങളിൽ പോകും. രാവിലെ എഴുന്നേറ്റ് പൂജകളൊക്കെ കഴിഞ്ഞ് പ്രാച്ചിക്ക് വേണ്ടി കുറെ പൂക്കൾ ശേഖരിക്കും. കാരണം പ്രാച്ചിക്ക് പൂക്കൾ അത്രമേൽ ഇഷ്ടമാണ്. അതിനുശേഷം എന്ത് ചെയ്യുമെന്നറിയാമോ? ആശ്രമങ്ങളിലേക്കുള്ള യാത്രയാണ്. ആശ്രമങ്ങളിൽ പോയി വിദ്യ അഭ്യസിക്കും. അതിനുശേഷം നേരെ പ്രാച്ചിയുടെ അടുത്തെത്തും. ആൽമരത്തിന്റെ ചുവട്ടിലിരിക്കും. പ്രാച്ചി കയറി വരും നദിയിൽ നിന്ന്. ജയദേവനോട് ചേർന്നിരിക്കും. അന്നത്തെ വിശേഷങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പ്രാച്ചി വന്ന് ജയദേവന്റെ മടിയിൽ കിടന്നു. ജയദേവനാകട്ടെ പ്രാച്ചിയുടെ മുടികൾ ഇങ്ങനെ മാടി ഒതുക്കിയിട്ട് പറഞ്ഞു, നോക്കൂ പ്രാച്ചി, ഞാനിപ്പം ദിവസവും ഒരുപാട് ആശ്രമങ്ങളിൽ പോകുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട് പ്രാച്ചി. ഇതിനകത്തെ ഞാൻ ഒരുപാട് ആശ്രമങ്ങളിൽ പോകുമെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ പ്രാച്ചി അന്തർവേദി ആശ്രമമാണ്. അത് ത്രിവേണി ഘട്ടിനോട് ചേർന്നാണുള്ളത്. അപ്പൊ പ്രാച്ചി ചോദിച്ചു, എന്താണ് ജയദേവ ഈ ഒരു ആശ്രമത്തിന് മാത്രം ഇത്രയും പ്രത്യേകത? എൻ്റെ ജയദേവന് എന്തേ അതിനോട് മാത്രം ഇഷ്ടം തോന്നാൻ? പെട്ടെന്ന് പ്രാച്ചി എഴുന്നേറ്റു. എന്നിട്ട് ജയദേവനോട് പറഞ്ഞു, ഇനി എൻ്റെ മടിയിൽ നീ കുറച്ചു നേരം കിടക്കൂ ജയദേവ. എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ നീ എൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ. അങ്ങനെ ജയദേവ കവി പ്രാച്ചിയുടെ മടിയിൽ എങ്ങനെ കിടന്നു. പ്രാച്ചി ജയദേവ കവിയുടെ തലമുടികൾ മാടി ഒതുക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി പറയൂ ജയദേവ,
എന്താണ് ഈ ആശ്രമത്തിന് മാത്രം ഇത്ര പ്രത്യേകത? അപ്പോൾ പറഞ്ഞു, അവിടുത്തെ സന്യാസി ഇല്ലേ സാധു ബാബ, ഈ സാധു ബാബയ്ക്ക് കുട്ടിക്കാലം മുതലേ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം അദ്ദേഹത്തോട്, എൻ്റെ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാധുബാബയ്ക്ക് എന്നോടുള്ള സ്നേഹമുണ്ടല്ലോ, അതങ്ങ് കൂടി, ഒരുപാട് കൂടി. അപ്പൊ ചോദിച്ചു, അതെയോ? അപ്പൊ പറഞ്ഞു, അതേ ജയദേവ. ജയദേവൻ ഒരു കൊച്ചു കുട്ടിയെ പോലെ മാറി. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, എനിക്ക് ബാബയോട് സംസാരിക്കുമ്പോഴെല്ലാം എൻ്റെ പിതാശ്രീയോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് എല്ലാ ദിവസവും പ്രസാദം തരും, എനിക്ക് പ്രത്യേകമായിട്ട് പാഠങ്ങൾ പറഞ്ഞു തരും. എന്ന് മാത്രവുമല്ല, ആ ത്രിവേണി ഘട്ടിൽ പലപ്പോഴും ബാബ എന്നോടൊപ്പം എന്ത് ചെയ്യും? സാധു ബാബ എന്നോടൊപ്പം കുളിക്കാനായിട്ടും വരും. അപ്പൊ പറഞ്ഞു, അങ്ങനെയോ? അതേ, ഇന്ന് സാധു ബാബ എന്നോട് പറഞ്ഞു അവിടെ തങ്ങാനായിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നിട്ട് എന്തേ ജയദേവ? ജയദേവൻ പിന്നെ എന്തേ അവിടെ തങ്ങാഞ്ഞത്? അത് പ്രാച്ചി, ഞാൻ അവിടെ തങ്ങാഞ്ഞതേ എൻ്റെ ഹൃദയം മുഴുവൻ നീയാണ് പ്രാച്ചി. എൻ്റെ ഹൃദയം മുഴുവൻ നീയാണ് പ്രാച്ചി. എൻ്റെ ശ്വാസം പോലും നീയാണ് പ്രാച്ചി. നിന്റെ അടുക്കലേക്ക് വരാതെ എനിക്ക് പറ്റില്ല പ്രാച്ചി, എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ മറ്റൊരു ദിവസം വരാം, ഇന്ന് എനിക്ക് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോരുന്നു. പ്രാച്ചി ഒരു കുസൃതി ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, കള്ളൻ, മഹാകള്ളനാണ്. അതിന് ഇങ്ങനെ കുറേ നേരം അവരവരുടെ വിചാരങ്ങളും പങ്കിട്ടു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, നേരം വൈകുന്നു, നമുക്ക് പോകാം, നമുക്ക് നാളെ കാണാം. ഇങ്ങനെ ഓരോ ദിവസവും ജയദേവ കവി എന്ത് ചെയ്യാൻ തുടങ്ങി? പല പല സ്ഥലങ്ങളിൽ പോകാൻ തുടങ്ങി, വ്യത്യസ്തമായ ആശ്രമങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി. പല പല സന്യാസിമാർ ജയദേവന് ഗുരുക്കന്മാരാകാൻ തുടങ്ങി. ജയദേവൻ ക്ഷേത്രങ്ങളിൽ പോയി, ആശ്രമങ്ങളിൽ പോയി, നദിക്കരകളിലൂടെ ഉലാത്തി, പുണ്യ നദികളിൽ തേടിപ്പോയി ഒരു തീർത്ഥാടനം നടത്തും. പക്ഷെ എവിടെ പോയാലും ശരി തന്നെ, ഉച്ച കഴിയുമ്പോൾ പ്രാച്ചിയുടെ അടുക്കലെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെ ജയദേവ കവി പതുക്കെ പതുക്കെ അറിവുകൾ തേടി 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 വരികയായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യും? അങ്ങനെ എല്ലാ ദിവസവും പോയിട്ട് പ്രാച്ചിയുടെ അടുക്കൽ വന്ന് അന്നത്തെ ദിവസം എന്തൊക്കെ നടന്നു എന്ന് വള്ളി പുള്ളി തെറ്റാതെ ജയദേവൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു ദിവസം പ്രാച്ചി വന്നപ്പോൾ, ഒരു ദിവസം ജയദേവൻ വന്നപ്പോൾ പ്രാച്ചി പറഞ്ഞു, നോക്കൂ ജയദേവ, നീ മാധവ ക്ഷേത്രം സന്ദർശിക്കണം, നീ മാധവ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ മാധവ ക്ഷേത്രത്തിലേക്ക് പോയി. നല്ല ശാന്തമായ അന്തരീക്ഷം. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. തനിക്ക് പ്രാച്ചിയെ തന്ന ദൈവത്തോട് നന്ദി പറഞ്ഞു. പ്രാച്ചി എൻ്റെ പ്രാണനാണ്, എന്നും എൻ്റെ പ്രാണനായിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. എനിക്കിപ്പോൾ അവളില്ലാതെ പറ്റുകയില്ല. ഭഗവാനോട് നന്ദി പറഞ്ഞു. ഈ മാധവ ക്ഷേത്രത്തിൽ വരാൻ എൻ്റെ പ്രാച്ചിയാണ് പറഞ്ഞത്. അങ്ങനെ പ്രാച്ചി പറയണമെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണുമല്ലോ. അങ്ങനെ ദൈവത്തോട് നന്ദി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ജയദേവനോട് പറഞ്ഞു, ജയദേവ, നീ എന്നോടൊപ്പം വാ, നിനക്കൊരു കാര്യം കാണാം, അതിന് സമയമായി ജയദേവ. അപ്പൊ ജയദേവ കവി പറഞ്ഞു, എന്താണ് പ്രാച്ചി? നീ എൻ്റെ ഈ വിരലിൽ പിടിക്കൂ ജയദേവ. അപ്പൊ ജയദേവൻ ആ വിരലിൽ പിടിച്ചു, പ്രാച്ചിയോടൊപ്പം നടന്നു. അപ്പൊ പ്രാച്ചി പറഞ്ഞു, ഇനി നീ കണ്ണുകൾ അടയ്ക്കൂ ജയദേവ, ഞാൻ പറയാതെ കണ്ണുകൾ തുറക്കരുത്. ജയദേവൻ പറഞ്ഞു, ഇല്ല,
അപ്പോൾ എന്ത് ചെയ്തു? പ്രാച്ചി ആ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് നടന്ന് 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 നദിയുടെ ഉപരിതലത്തിലേക്ക് എത്തി. ജലത്തിന്റെ നനവ് ജയദേവന്റെ കാലുകളിൽ തട്ടി. ജയദേവന് മനസ്സിലായി, ഞാൻ നദിയിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ 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 ജയദേവന് സുഖകരമായ ഒരു അനുഭവം, അതീവ സുഖകരമായ ഒരു അനുഭവം. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രാച്ചി പറഞ്ഞു, കണ്ണു തുറക്കൂ ജയദേവ. ജയദേവൻ കണ്ണു തുറന്നു. അത്ഭുതപ്പെട്ടു പോയി. രത്നങ്ങൾ പതിപ്പിച്ച ഒരു കൊട്ടാരം, സർവത്ര രത്നക്കല്ലുകള് തിളങ്ങുന്ന കൊട്ടാരം. എന്തു മനോഹാരിതയാണ്, എന്ത് മനോഹാരിതയാണ്. അതിനേക്കാൾ ജയദേവനെ അത്ഭുതപ്പെടുത്തിയത് താനിപ്പോ 13 വയസ്സുള്ള കുട്ടിയല്ല, വളർന്ന് വലുതായ ഒരു വലിയ പുരുഷൻ. പ്രാച്ചി ഇപ്പോൾ 13 വയസ്സായ പെൺകുട്ടിയല്ല, വളർന്ന് വലുതായ വലിയ ഒരു യുവതി. അപ്പോൾ ജയദേവൻ പറഞ്ഞു, ഇതെന്താണ് മാറ്റം വന്നത്? ഇതെന്താണ് എനിക്ക് മാറ്റം വന്നത്? വരൂ ജയദേവ, നീ എൻ്റെ കൂടെ വരൂ. നീ ഇപ്പം നദിയുടെ അടിത്തട്ടിലാണ് ജയദേവ. നീ നദിയുടെ അടിത്തട്ടിലാണ് ജയദേവ. ഒരു നിമിഷം എനിക്ക് നിന്നെ വേണമെന്ന് തോന്നി, ഇത് കാണിക്കണമെന്ന് തോന്നി. വരൂ ജയദേവ. എന്നിട്ട് രത്നങ്ങൾ പതിപ്പിച്ച തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി പ്രാച്ചി ജയദേവനെ ആലിംഗനം ചെയ്തു. ജയദേവൻ പ്രാച്ചിയെയും ആലിംഗനം ചെയ്തു. പരസ്പരം ചുംബനങ്ങൾ കൊണ്ട് മൂടി. ജയദേവന് എന്തൊക്കെയോ വിചാരങ്ങൾ ഉണർന്നു. അതേ, പ്രാച്ചി ജയദേവൻ അവരുടെ പ്രണയം അതിന്റെ പൂർണ്ണതയിലേക്ക് പോവുകയാണ്. അതേ, അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ജയദേവൻ ആ ആൽമരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയാണ്. എല്ലാം ഒരു സ്വപ്നം പോലെ. താൻ സ്വപ്നം കണ്ടതാണോ യഥാർത്ഥത്തിൽ നടന്നതാണോ എന്നറിയില്ല. നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നു. ഇപ്പോൾ വീണ്ടും 13 വയസ്സുള്ള ആ ബാലനായി മാറി. പക്ഷേ ദേഹത്ത് പ്രാച്ചിയുടെ മണം തിരിച്ചറിയാൻ പറ്റും. ദേഹത്ത് പ്രാച്ചിയുടെ മണമുണ്ട്. കൈകളിൽ പ്രാച്ചിയുടെ വിരൽപ്പാടുകള്, ചുണ്ടിൽ പ്രാച്ചിയുടെ നഖക്ഷതം, ചുണ്ടിൽ പ്രാച്ചിയുടെ ദന്തക്ഷതം. അപ്പോൾ തോന്നി, ഇത് സ്വപ്നമായിരിക്കില്ല. വല്ലാത്ത ഒരു അനുഭൂതി ജയദേവനെ വന്ന് പൊതിഞ്ഞു. ഒരു ദിവസം പ്രാച്ചി ജയദേവനോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് ദ്വാദശ മാധവനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. ഒരു നദിയുടെ തീരത്താണ് ദ്വാദശ മാധവന്റെ ക്ഷേത്രം, അതറിയില്ലേ? അതറിയാം. ആ നദി ഞാനാണ് ജയദേവ. ജയദേവൻ പറഞ്ഞു, അതെയോ? അതേ ജയദേവ. അപ്പോൾ പറഞ്ഞു, നോക്കൂ ജയദേവ, ദേവർഷി നാരദൻ അതിൻ്റെ തീരത്തൊരാശ്രമം സ്ഥാപിച്ചു. ആ ആശ്രമത്തിൽ നാരദ മഹർഷി ഇരുന്ന് ശ്രീകൃഷ്ണനെ തപസ് ചെയ്യാൻ തുടങ്ങി. നോക്കൂ, ഒരു ദിവസം ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവിടുത്തെ ആ ശൈലലതാ വൃക്ഷച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങി. ശയ്യാലി ലതാ വൃക്ഷച്ചുവട്ടിൽ കിടന്നുറങ്ങി. അടുത്ത ദിവസം നാരദൻ നോക്കിയപ്പോൾ ഭഗവാൻ ആ ശയ്യാലി ലതാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. അത് അപ്പോൾ ഭഗവാനെ ഉണർത്തണ്ട എന്ന് കരുതി നാരദന് അവിടെ ഇങ്ങനെ ഉറങ്ങാതെ കണ്ണുകൾ ഇമവിണ്ണാതെ കാത്തിരുന്നു. പെട്ടെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണർന്നു കഴിഞ്ഞ് നാരദനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്തു? അന്തർധാനം ചെയ്തു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്ത ആ സ്ഥലമാണ് നീ നേരത്തെ പറഞ്ഞ അന്തർവേദി. അതിൻ്റെ അടുത്താണ് നീ ഈ പറഞ്ഞ സാധു ബാബയുടെ ആശ്രമമെന്ന് പറയുന്നത്. ആ ശയ്യലി ലതാവൃക്ഷം ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ ജയദേവൻ പറഞ്ഞു, ഈ പ്രാച്ചിക്ക് എന്തോരറിവാണ്. അപ്പോൾ ജയദേവൻ പറഞ്ഞു, പ്രാച്ചി,
ഇന്നലെ ഞാൻ കണ്ടത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയില്ല. അപ്പോൾ പ്രാച്ചി ചോദിച്ചു, എന്താണ് ജയദേവ നീ കണ്ടത്? അപ്പോൾ പറഞ്ഞു, പ്രാച്ചി നീ എൻ്റെ വിരൽത്തുമ്പിൽ പിടിക്കൂ. ഞാൻ നിന്റെ വിരൽത്തുമ്പിൽ പിടിച്ചു. കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞൊരു രത്നങ്ങൾ പതിപ്പിച്ച കൊട്ടാരം. ആ കൊട്ടാരത്തിൽ എത്തുന്നു. ഞാനും നീയും അതേ പരസ്പരം ലയിച്ചു ചേരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്നു. ഇത് സ്വപ്നമാണോ പ്രാച്ചി, അതോ സത്യമാണോ? പക്ഷെ നിന്റെ നഖത്തിന്റെ പാടുകൾ ഞാൻ കണ്ടു. നിമിഷങ്ങൾക്കുള്ളിൽ അത് മാഞ്ഞും പോയി. എനിക്ക് ആകപ്പാട ഒരു അമ്പരപ്പ്. എന്താ പ്രാച്ചി സംഭവിച്ചത്? അപ്പൊ പ്രാച്ചി ജയദേവന്റെ മുഖം കോരിയെടുത്തു. നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഉമ്മ കൊടുത്തിട്ട് പ്രാച്ചിയുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു. പ്രാച്ചിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണു. അപ്പൊ ജയദേവൻ അമ്പരന്നു. ജയദേവൻ പറഞ്ഞു, എന്തിനാ പ്രാച്ചി നീ കരയുന്നത്? എന്തിനാ പ്രാച്ചി നീ കരയുന്നത്? ഒന്നുമില്ല ജയദേവ, ഒന്നുമില്ല ജയദേവ, നമുക്ക് പോകാം, നമുക്ക് നാളെ കാണാം ജയദേവ. അടുത്ത ദിവസം ജയദേവൻ പ്രാച്ചിയെ കാണാനെത്തിയ ജയദേവൻ പറഞ്ഞു, അന്തർവേദി മഠത്തിൽ ഞാൻ പോയി. അവിടെ ചെന്ന് അവിടുത്തെ ജലം കൈകൊണ്ട് കോരിയെടുത്തു. ഞാൻ ആ ജലത്തിനോട് സംസാരിച്ചു പ്രാച്ചി. എനിക്കപ്പോൾ എൻ്റെ കൈകൾക്കുള്ളിൽ നീ ഇരിക്കുന്നത് പോലെ തോന്നി. എന്നിട്ട് ഞാൻ അവിടുത്തെ ബാബയോട് എൻ്റെ ഗുരുവാകാമോ എന്ന് ചോദിച്ചു. അപ്പൊ ബാബ പറഞ്ഞു, നിനക്കിപ്പോൾ തന്നെ മന്ത്രങ്ങൾ അറിയാം ജയദേവ. നീ നിന്റെ സാധനയും ജപവും ഒക്കെ തുടരുക. നിനക്ക് വിഷ്ണുവിന്റെ അനുഗ്രഹമുണ്ട്. നീ മറ്റൊരാളാകാൻ പോവുകയാണ്. പക്ഷെ എന്നിട്ടും പ്രാച്ചി യാതൊന്നും മിണ്ടുന്നില്ല. എന്തോ ഒരു മാറ്റം സംഭവിച്ചതുപോലെ. അപ്പൊ ജയദേവൻ ചോദിച്ചു, പ്രാച്ചി നീ എന്താ ഒന്നും മിണ്ടാത്തത്? പ്രാച്ചി ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടാതിരുന്നു. അപ്പൊ ജയദേവൻ പറഞ്ഞു, എന്താ എൻ്റെ പ്രാച്ചിക്ക് പറ്റിയത്? എനിക്ക് ഈ നിശബ്ദത സഹിക്കാൻ വയ്യ. എന്താ എൻ്റെ പ്രാച്ചിക്ക് പറ്റിയത്? പ്രാച്ചി ഒന്നും മിണ്ടാതെ അവിടുന്ന് എഴുന്നേറ്റു. ഇത് ആദ്യമായിട്ടാണ്. സാധാരണഗതിയിൽ അങ്ങനെയല്ല. പ്രാച്ചി വാതോരാതെ സംസാരിക്കും. പ്രാച്ചി അവിടെ നിന്ന് നടന്നു. അത് ജയദേവന് സഹിക്കാൻ പറ്റിയില്ല. ജയദേവൻ പ്രാച്ചിയുടെ പിന്നാലെ നടന്നു. വളരെ പെട്ടെന്ന് പ്രാച്ചി അന്തർധാനം ചെയ്തു. പ്രാച്ചി അവിടെ കാണാനേ ഇല്ല. ജയദേവൻ ആ നദിയുടെ അടുക്കൽ ചെന്ന് അതിൽ നിന്ന് വെള്ളം കോരി തന്റെ നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, പ്രാച്ചി നീ ഇല്ലാതെ ജയദേവനില്ല. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എന്നെ സങ്കടത്തിലാക്കി നീ എവിടാ പോയത്? എനിക്കറിയാം. ഈ നദി നീയാണ്. ഞാൻ വരും നിന്റെ അടുക്കലേക്ക്. എനിക്ക് നീ ഇല്ലാത്ത ഭൂമി വേണ്ട. ജയദേവൻ നടന്ന് നദിയിലേക്ക് ഇറങ്ങി. ജയദേവന്റെ കഴുത്തൊപ്പം വെള്ളമായി. അതേ, പിന്നീട് കണ്ണുകൾ വെള്ളം കൊണ്ട് മറഞ്ഞു. ഇപ്പോൾ ഇതാ പൂർണ്ണമായും ജലത്തിന്റെ അടിയിലാണ്. ജയദേവന് വല്ലാത്ത ശ്വാസം മുട്ടി. ജയദേവൻ വല്ലാതെ പിടഞ്ഞു. ആ സമയത്ത് ഏതോ കൈകൾ ജയദേവനെ താങ്ങി. ജയദേവൻ മുകളിലേക്ക് ഉയരുകയാണ്. ജയദേവന്റെ ശിരസ് ഇപ്പൊ ജലത്തിന്റെ മുകളിലെത്തി. ആരാണീ താങ്ങിയത്? പ്രാച്ചിയല്ല, കൃഷ്ണനല്ല, രാധാറാണിയാണോ? രാധാറാണിയുമല്ല. പിന്നെ ആര്? ജലത്തിൽ മുങ്ങി മരിക്കാൻ തുടങ്ങിയ പ്രാച്ചിയെ മുകളിലേക്ക് കൊണ്ടുവന്നത് ആര്? കാത്തിരിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രസേശ്വരി രാധികായേ സ്വാഹ.